കൂട്ടരെ, നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അവരുടെ അധ്യാപകൻ പിഷാരടി മാഷ് കണക്ക് പഠിപ്പിക്കാനായി അതാ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. വരൂ, നമുക്കും അവിടേക്കൊന്ന് പോയി നോക്കാം. നമസ്തേ നമസ്തേ, എല്ലാവരും ഇരിക്കി. സുഹറ, ഹാജർ. നാരായണി, ഹാജർ. ഹനീഫ, ഹാജർ. അബ്ദുൽ റഷീദ്, ഹാജർ. അബൂബക്കർ, ഹാജർ. മണ്ടശിരോമണി, ഹാജർ. നമുക്കിന്ന് ലേശം കണക്ക് പഠിച്ചാലോ? 2 കൂട്ടണം 2. ഹനീഫ പറയ്. 4 സാർ. 3 കൂട്ടണം 2. സുഹറ പറയ്. 5. അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട്. 1 കൂട്ടണം 1. പറ മണ്ടശിരോമണി, പറ. ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോൾ ഇമ്മിണി ബല്യൊരു തോട്. അപ്പോൾ രണ്ടൊന്ന് കൂടുമ്പം ഇമ്മിണി ബല്യൊന്ന്. മജീദ്, നീ മണ്ടശിരോമണി തന്നെ. നിനക്ക് ഞാൻ ഇമ്മിണി വലിയ സമ്മാനം തരാം. നീട്ടടാ കൈ. 1, 2, 3, 4, 5, 6. ഈ 6 അടിയും കൂടി ഇമ്മിണി വലിയൊരു അടിയായിട്ട് കൂട്ടിക്കളാം കേട്ടോ. ഇരിക്കവിടെ. 1 1 2. മനസ്സിലായോടാ മണ്ടശിരോമണി? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ. അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ സുഹറ എല്ലാവരുടെയും കൂടെ കൂടി കളിയാക്കിയത് മജീദിനെ നന്നായി വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മജീദിൻ്റെ വിഷമം കണ്ട് സുഹറയ്ക്ക് അത് സഹിച്ചിട്ടില്ല. അവൾ അവനടുത്ത് പോയി ആശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. സാരില്ലട്ടോ, ഒക്കെ നമുക്ക് ശരിയാക്കാം. ബാ ചെറുക്കനെ, നമുക്ക് പോവാ. അയൽവാസികളാണെങ്കിലും നേരത്തെ മജീദും സുഹറയും ബദ്ധശത്രുക്കളായിരുന്നു. മുത്തശ്ശിമാവിൽ വലിഞ്ഞു കയറി നല്ല മധുരമുള്ള മാമ്പഴമെടുത്ത് സുഹറയെ കൊതിപ്പിച്ച് ഒറ്റയ്ക്ക് തിന്നുന്നതായിരുന്നു ആ ശത്രുതയ്ക്ക് കാരണം. പിന്നീട് എപ്പോഴോ മിശ്റ് പൊതിഞ്ഞ മാവിൽ കയറി മാമ്പഴമെടുത്ത് അവൾക്ക് നൽകിയ ആ ശത്രുത അവസാനിപ്പിച്ചതും മജീദായിരുന്നു. മജീദിൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഒന്നാമത് ഇതായിരുന്നു: എൻ്റെ റബ്ബേ, എൻ്റെ കണക്കൊക്കെ ശരിയാവണേ, മാർക്ക് എടുത്ത് നിൽക്കി തല്ല് കിട്ടില്ലേ. എനിക്ക് ഭയ കണക്ക് പഠിക്കുക. പോയവിടുന്ന് പോകല്ല ചെറുക്കനെ, ബാ. അങ്ങോട്ട് വയ്ക്കുക ഒരു ചെറിയ തോട്, ഇങ്ങോട്ട് വയ്ക്കുക ഒരു ചെറിയ തോട്. ഈ 2 തോടും കൂടി കൂടുമ്പം ഇങ്ങനെ വലിയൊരു തോടായില്ലേ. ഇതാ ഞാൻ സ്കൂളിൽ പറഞ്ഞേ.